പിന്നെ ഹൈ ജമ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ബെല്ലി ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ബെല്ലി ചെയ്യുന്ന ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഒരു 120-125 ഒക്കെ ചാടാൻ പറ്റി സാറിൻ്റെ ഇതിൽ. അങ്ങനെ 3 വീക്ക് വർക്കൗട്ടിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് 132 ചാടിയത്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി ആയി. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ അർജുനെയാണ്. അർജുൻ SIന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. കൺഗ്രാറ്റ്സ് അർജുൻ. താങ്ക് യു സർ. അർജുൻ ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണോ അതോ വേറെ ആരെയും പറഞ്ഞിട്ടാണോ? എന്താണ് ഇവിടുത്തെ ക്യാമ്പിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണം അർജുൻ. അപ്പോൾ ആദ്യം തന്നെ സാറിനോട് വലിയൊരു താങ്ക്സ് പറയാനാണ് ഉള്ളത്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഫിസിക്കലി പാസ്സാകാൻ പറ്റി, വളരെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ വീഡിയോസ് പിന്നെ മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരാമെന്നോ ഇവിടെ നിന്ന് ഇത് ചെയ്യാമെന്നൊക്കെ ദൂരമാണ്. ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇതുപോലെ ഇവിടെ നല്ലൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, അപ്പോൾ പോയാലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒരു റിലേറ്റീവ് ഉണ്ട് പാലക്കാട്. അപ്പോൾ അവരെ സത്യം പറഞ്ഞാൽ അവരോട് ആദ്യം വിളിച്ചു ചോദിച്ചു അപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു സാറിനെ നേരിട്ട് അറിയാം, രാജേഷേട്ടനെ അറിയാം, ഒന്നും പ്രശ്നമൊന്നുമില്ല, വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സാറിൻ്റെ നമ്പർ കിട്ടി, സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഒന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു എക്സാം കുഴപ്പമില്ലായിരുന്നു, അപ്പോൾ എന്താണ് വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒന്നും നോക്കണ്ട, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഏകദേശം 1 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐറ്റംസ് ആയിരുന്നു ഷുവർ ആയിട്ടുണ്ടായിരുന്നത്. ക്രിക്കറ്റ് ബോളും ഷോർട്ട് പുട്ടും മാത്രമാണ് നമുക്കൊരു ഷുവർ എന്ന് പറയാനുള്ളത്. 100 മീറ്ററൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല, ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ 6 ഐറ്റംസ് സെറ്റാക്കിയിട്ട് പോകാൻ പറ്റി. അതായത് പിന്നെ ഹൈ ജമ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ബെല്ലി ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ബെല്ലി ചെയ്യുന്ന ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഒരു 120-125 ഒക്കെ ചാടാൻ പറ്റി സാറിൻ്റെ ഇതിൽ. പിന്നെ ഇവിടുത്തെ വർക്കൗട്ട് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് പറയാൻ പറ്റും. ലെഗ് വർക്കൗട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. വർക്കൗട്ട് ഒരു 2 വീക്ക് 3 വീക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ 3 വീക്ക് വർക്കൗട്ടിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് 132 ചാടിയത്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. ഒരു തവണ ചാടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നല്ല കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതായി. പിന്നെ ലോങ് ജമ്പ് അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല, കുറച്ച് ഇഞ്ചുറി വരാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അധികം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ഡൗട്ടായിരുന്നു, ലോങ് ജമ്പ് കിട്ടുമോ എന്താ അവസ്ഥ, മൈൻഡിൽ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ ചാടിയപ്പോഴത്തേക്കും ഇവിടുത്തെ വർക്കൗട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ലെഗ് നല്ല പവർ ആയതുകൊണ്ട് അതും ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതും നല്ല കോൺഫിഡൻസ് ആയി. പിന്നെ ഇവിടുത്തെ ടയർ വർക്കൗട്ട് ഉണ്ട്, അത് ചെയ്തപ്പോൾ 100 മീറ്റർ നല്ല സ്പീഡ് കിട്ടി. അപ്പോൾ അങ്ങനെ പിന്നെ പുള്ളപ്പായാലും ഇവിടെ നിന്നാണ് ഞാൻ സെറ്റ് ആയത്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ 2 3 മറ്റേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് നെഗറ്റീവ് വർക്കൗട്ട്. പിന്നെ സാറ് പുഷപ്പ് എടുക്കാൻ പറയും ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടെങ്കിലും ഒരു 100-150 പുഷപ്പ് എടുക്കാൻ പറയും. പിന്നെ ഡമ്പൽ ഒക്കെ ചെയ്ത് സാറ് പറഞ്ഞ പോലെ കേട്ടിട്ട് തന്നെയാണ് 8 എത്തിയത്, പുള്ളപ്പ്. ഓക്കെ, എന്തായാലും അർജുനെ എനിക്ക് ഓരോ ദിവസം വർക്കൗട്ട് ഷെഡ്യൂൾ കൊടുക്കുമ്പോൾ അർജുൻ നല്ല ഇമ്പ്രൂവ്മെന്റ് വരാറുണ്ട്. കാരണം അർജുൻ നേരത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്നുമില്ലെങ്കിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിച്ചിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരാഴ്ച 2 ആഴ്ച നമ്മുടെ ഷെഡ്യൂൾ വർക്കൗട്ട് കൊടുക്കുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് നല്ല ലെവലിലേക്ക് വരാറുണ്ട്. ആ വർക്കൗട്ട് ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. അതിന്റെ റിസൾട്ട് തന്നെയാണ് ആദ്യത്തെ 5 ഐറ്റം എടുക്കാൻ കാരണം. കേരളത്തിൽ അർജുൻ ഇവിടെ വരുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുട്ടികളുണ്ട്, ഹോസ്റ്റലിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും വരുന്നത് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, 100 മീറ്ററും എന്നാണ്. അപ്പോൾ ഈ ബെല്ലി ജമ്പിനെ കുറിച്ച് അർജുൻ എന്താണ്? ബെല്ലി ജമ്പ് വളരെ ഈസി ആയിട്ട് ഇവിടെ പാസ്സാകാൻ പറ്റുമോ അതോ ഇവിടെ അർജുൻ ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ്? അതെ. അപ്പോൾ ബെല്ലി ജമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടാണ് ചാടുന്നത്. ഞാൻ ഇതിനു മുമ്പ് സിസ്റ്ററാണ് ചാടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതൊരു ഹൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ ടെക്നിക്കൊന്നും ഏകദേശം മനസ്സിലായി. പിന്നെ സാറിൻ്റെ വർക്കൗട്ടും കൂടെ കിട്ടിയപ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയി. നമ്മൾ ഇപ്പോൾ എൻ്റെ പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ബെല്ലി ജമ്പ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സാറിൻ്റെ വർക്കൗട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ലെഗിന് പവർ വരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അപ്പുറത്തോട്ട് പാസ്സാവുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ സന്തോഷം. പിന്നെ സാറ് പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയുടെ ആൾക്കാരും ഇവിടെ ഉണ്ട്, ഹോസ്റ്റലിലായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരായാലും ഹോസ്റ്റൽ കുട്ടികളായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ പിന്നെ വേറൊരു പ്രത്യേകത തോന്നിയത് ഇത്ര ആൾക്കാരിവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഐറ്റം
ഇപ്പോൾ ഓരോ ആൾക്കാർ ഒന്നിൽ എക്സ്പേർട്ട് ആയിരിക്കും. ഇപ്പോൾ ഒരാൾ ലോങ് ജമ്പ് നല്ല എക്സ്പേർട്ട് ആയിരിക്കും. അപ്പോൾ പലരും നമ്മൾ ഒരുമിച്ച് ഇത് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറയും ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ലോങ് ജമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫൗളാവുമായിരുന്നു, അധികം ഫൗളാവുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുന്നത് കണ്ടിട്ട് ഒരാളോട് ചോദിച്ചപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്, ഒരാൾ പറഞ്ഞു ഇങ്ങനെയല്ല, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ എൻ്റെ ഫൗള് മാറ്റാൻ പറ്റി. അതുപോലെ ഇപ്പോൾ ക്രിക്കറ്റ് ബോളിൽ എനിക്ക് അത്യാവശ്യം പണ്ടേ കളിക്കുന്നുണ്ട് ഒരു ഇതുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ ഒരാൾക്ക് എറിയുന്ന കാണുമ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ ചെയ്തിട്ട് കുറച്ച് ഇമ്പ്രൂവ് ആയി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് നല്ല സപ്പോർട്ടോടെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഇവിടെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു ഫിസിക്കലിനോട് കുറച്ച് മുമ്പ്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വളരെ ഉപകാരപ്പെട്ടു എനിക്ക്. ഇവിടെ നിന്ന് ചെയ്തപ്പോൾ ഹൈ ജമ്പ് ഫസ്റ്റ് 2 മോക്ക് ടെസ്റ്റിൽ 2 ജമ്പ് ഫെയിലായി, 3ാമത്തേലാണ് പാസ്സായത്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിനും ഇന്നലെ നടന്ന ഫിസിക്കൽ ടെസ്റ്റിൽ ഇതേപോലെ 2 ഫെയിലായപ്പോൾ ശരിക്കും നല്ല ടെൻഷനായതാണ്. പക്ഷേ ഞാൻ ഈ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം മനസ്സിൽ വന്നു. അതായത് അതിൽ 2 പ്രാവശ്യം ഫെയിലായി, 3ാമത്തേലാണ് പാസ്സായത്. അപ്പോൾ അതേപോലെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുറച്ച് ടെൻഷൻ കുറഞ്ഞു. അങ്ങനെ 3ാമത്തേലാണ് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിന് ഇപ്പം കിട്ടുന്നത്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് വളരെ ഉപകാരപ്പെട്ടു സത്യം പറയുകയാണെങ്കിൽ. അതെ. ഓക്കെ, എന്തായാലും അർജുൻ പാസ്സായി. ഒരുപാട് ആളുകൾ പാസ്സായ ശേഷം ഇങ്ങോട്ട് വരാതെയും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും കാസർഗോഡ് നിന്ന് വീണ്ടും ഇവിടേക്ക് എത്തിയതിലും ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതിലും വളരെ സന്തോഷം. ഒരിക്കൽ കൂടി അർജുൻ, ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ഇവിടെ എത്തിപ്പെട്ടാൽ എക്സാം കഴിഞ്ഞതോ അടുത്ത പ്രിസൺ ഓഫീസറോ അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സിൻ്റെ ഫിസിക്കലാണെങ്കിലും നിങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിപ്പെടുക. അല്ലാതെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഹൈ ജമ്പും ലോങ് ജമ്പും വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിക്കരുത്. കാരണം നമ്മുടെ വർക്കൗട്ട് ഷെഡ്യൂൾ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആരും വരരുത്. നിങ്ങൾ കുറച്ച് നേരത്തെ മുൻകൂട്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഫിസിക്കലി പാസ്സായിട്ട് ഇതുപോലുള്ള ഒരു ഫീഡ്ബാക്ക് ആയിട്ട് പോവാം. ഓക്കെ.